ശരിക്കും പറഞ്ഞാലേ ഈ കൃഷിക്കാരുടെ അവസ്ഥ ഒരു അൺപ്രഡിക്റ്റബിൾ ആണ്. ഹലോ, വെൽക്കം ബാക്ക്. ഇന്നലെ രാത്രി മുഴുവൻ ഇവിടെ തോരാത്ത മഴയായിരുന്നു. ശരിക്കും എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, നമ്മുടെ തേനീച്ചക്കൂടുകളെല്ലാം നനഞ്ഞു പോകുമെന്ന്. അതുകൊണ്ട് രാവിലെ തന്നെ ആയുധങ്ങളുമായിട്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ളൊരു പ്ലാസ്റ്റിക്, ടയറ്, പിന്നെ സിസേഴ്സ്. നമുക്കിതിനെ ഒന്നുകൂടെ കവർ ചെയ്യാം. ഒരു തുള്ളി വെള്ളം പോലും വീഴാതെ നമുക്ക് അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് നോക്കണം. ഇതാണ് നമ്മുടെ തേനീച്ചക്കൂടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇവിടെ ഒന്നും വെള്ളം വീണതായ ലക്ഷണമില്ല. പിന്നെ ആ ജോയിൻറ്റ് സൈഡിലേക്കാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് വെള്ളം വീണാലും അതിൻ്റെ മുകളിൽ കൂടെ ഒഴുകി അങ്ങ് പോവുകയുള്ളൂ. എനിവേ, നമുക്കിതിന് ഒരു കവർ കൂടെ കൊടുക്കാം. നല്ല കട്ടിയുള്ളൊരു പ്ലാസ്റ്റിക് കവറാണ്. അപ്പം ഇതിൻ്റെ ആവശ്യമുള്ളൂ. വലിയ ടാർപോളിൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ആകെയുള്ള 2 തേനീച്ചക്കൂടെ ഉള്ളതാനും. തേനീച്ചപ്പെട്ടിയുടെ ഏകദേശം ഒരു മെഷർമെൻ്റ് ഒക്കെ എടുത്തിട്ട് അതിനാവശ്യമുള്ള പ്ലാസ്റ്റിക് ഞാൻ ഈ വലിയ കവറിൽ നിന്ന് മുറിച്ചെടുത്തു. പിന്നെ നമ്മുടെ പെട്ടിയും സ്റ്റാൻഡും കൂടെ നല്ലപോലെ കയറിട്ട് മുറുക്കി കെട്ടിവെച്ചു. മഴയിൽ നിന്നും കാറ്റിൽ നിന്നുമൊക്കെ അവരെ കംപ്ലീറ്റ് ആയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ മഴ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ടാമത് ഒരു കവർ കൂടെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് പൊതിഞ്ഞു വെച്ചു. പല ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഒരു വിസിറ്റർ നമ്മുടെ ഈ പച്ചക്കറി തോട്ടത്തിൽ വരുന്നുണ്ടായിരുന്നു. മണ്ണ് കുത്തിയെടുത്ത് അവൻ വെളിയിലിടും. അപ്പോഴേ മനസ്സിലായി ഇങ്ങനെ ആരോ ഒരാളാണ്. അതിനുവേണ്ടി ഞാനൊരു കെണി അങ്ങ് വെച്ചു. ദേ, ആളെ കൈയോടെ പിടികൂടി. എൻ്റെ പയർ നശിപ്പിക്കാൻ വന്ന എലിക്കുട്ടനാണിത്. അവനെ ഞാൻ ഇങ്ങനെ പിടിച്ചെടുത്തു. ചാർലിയെ, തൊട്ടേക്കല്ലേ, നോ നോ നോ, ഡോണ്ട് ടച്ച്. പല ദിവസങ്ങളായിട്ട് ഈ പയറിൻ്റെയൊക്കെ അടിയിൽ, അതായത് ഈ മണ്ണിൽ നല്ല കുഴികൾ. അപ്പോഴേ മനസ്സിലായി ആരോ ഇങ്ങനെ ഒരാൾ വിസിറ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ എലിപ്പെട്ടി വെച്ചു, ആളെ കൈയോടെ പിടികൂടി. ചാർലി മാറ്. ചാർലിയും എലിയുമായിട്ടുള്ള സംഭാഷണമാണ് ഈ കേൾക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ കാറ്റത്തും മഴയത്തും എൻ്റെ ഈ വഴുതന ചുവടോടെ പെടന്നുപോയി. കാരണം അതിന് ഞാൻ താങ്ങ് കൊടുത്തിരുന്ന കമ്പ് വളരെ ചെറുതായിരുന്നു. പിന്നെ അത് മാറ്റി ഇപ്പം ഞാൻ വേറൊരു വലിയ നീളമുള്ള കമ്പ് കൊടുത്തിട്ടുണ്ട് താങ്ങായിട്ട്. പക്ഷേ എത്രത്തോളം അത് റെഡിയായി വരുമെന്ന് അറിഞ്ഞുകൂടാ. ഡെയിലി നമ്മൾ ഇതിൻ്റെ ചോട്ടിൽ കൂടെ വരണം. ഇവർക്ക് എന്ത് സംഭവിക്കുന്നെന്ന് നമ്മൾ നോക്കി അതെല്ലാം റെക്ടിഫൈ ചെയ്ത് തന്നെ കൊടുക്കണം. അല്ലെങ്കിൽ ഇതെല്ലാം തന്നെ നശിച്ചു പോകും. പിന്നെ കീടങ്ങൾ അത് നല്ലപോലെ ഉണ്ടാകും. എൻ്റെ ഒരു വെണ്ടയുണ്ട്, നല്ല തഴച്ച് വളരുന്ന വെണ്ടയാണ്. പക്ഷേ ഇപ്പോൾ ഇന്ന് രാവിലെ നോക്കുമ്പോൾ അതിൻ്റെ ഇല മുഴുവനും തിന്നിരിക്കുകയാണ്. ഈ വെണ്ടയുടെ മുകളിലത്തെ ഇലകൾ മുഴുവനും തിന്നിരിക്കുകയാണ്. പക്ഷെ ഇവിടെ ഒന്നും ആരെയും കാണാനില്ല. എന്താണേലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന പണി ഇപ്പം തന്നെ ചെയ്യുക. ഇവിടെ എവിടെയോ ഇതിൻ്റെ ആൾ പതുങ്ങിയിരിപ്പുണ്ട്. പക്ഷെ എവിടെയാണെന്ന് ഒരു ഐഡിയ ഇല്ല. അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ നീം ഓയിൽ മിക്സ് അങ്ങ് അടിച്ചു കൊടുക്കുവാണ്. ഈ പണി ചെയ്തവന് എവിടെയാണ് ഇരിക്കുന്നതെന്നറിയില്ല. അതുകൊണ്ട് നമ്മൾ ഇല പൊക്കി ഇതിൻ്റെ അടിയിൽ കൂടെ അടിക്കണം. ഇലയുടെ അടിയിലായിരിക്കും മിക്കവാറും ഇവർ ഒളിച്ചിരിക്കുക. പക്ഷേ ഇന്ന് ഞാൻ നോക്കിയിട്ട് ആരെയും കാണാനില്ല. ഓരോ ഇലയും പൊക്കി പൊക്കി നമ്മൾ നീം ഓയിൽ മിക്സ് അടിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഓർഗാനിക് പെസ്റ്റിസൈഡ്സ് മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അടുത്ത 3 ദിവസത്തേക്ക് കൂടി ഇത് കണ്ടിന്യൂസ് അടിക്കണം. ഇതെൻ്റെ കോളിഫ്ലവറാണ്. ഇവനും ഒരു ചെറിയ ചായ്വുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവനെ കൂടെ ഒന്ന് താങ്ങ് കൊടുത്ത് നേരെ നിർത്താം. ഇനി ഒരു കൊച്ചു തുണിയുടെ കഷ്ണമാണ്. അവരെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ ഇത് പിടിച്ച് ഇതിലോട്ടങ്ങ് കെട്ടിക്കൊടുക്കാം. മുന്തിരിവള്ളിയുടെ ഇലയുടെ അടിയിൽ പതുങ്ങിയിരുന്ന ഒരുത്തനെ കൂടെ പിടികൂടി. 2 വലിയ കണ്ണുകളുമായിട്ട് അവൻ തടിച്ച് കൊഴുത്ത് വീർത്തിരിക്കുകയാണ്. നമ്മുടെ പച്ചിലകളെല്ലാം നല്ല രീതിയിൽ അവൻ കഴിച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള ശത്രുക്കൾ ഇനിയും കാണും. ഇപ്പം നമുക്ക് കയ്യിൽ ഒരാളെ കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ.
ഇവൻ താൻ സാധനം. ഇറങ്ങി വാടാ, ഇറങ്ങി വാടാ പൊന്നുമോനെ, നീ താൻ എൻ ശത്രു. വൗ, ബാ ബാ ബാ. അയ്യോ, തക്കാളികൾക്ക് ഞാൻ ഇവിടെ താങ്ങ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ താങ്ങിൽ നിൽക്കില്ല. അതുകൊണ്ട് ഇങ്ങനെ വള്ളി വലിച്ചു കെട്ടി മുകളിൽ പന്തലിലേക്ക് കെട്ടി അവരെ കയറ്റി വിട്ടിരിക്കുകയാണ്. ഇങ്ങനെ ഹാങ് ചെയ്ത് നിർത്തിയിരിക്കുക അവരെ. എൻ്റെ തക്കാളികളൊക്കെ നല്ല രീതിയിൽ കായ്ച്ചിരിക്കുകയാണ്, നിറച്ച് കിടക്കുക. അടുത്ത ഒരു കാറ്റിനെയും മഴയും ചെറുത്ത് നിൽക്കാൻ വേണ്ടി അവർക്ക് താങ്ങായിട്ട് ഓരോ കമ്പ് വീതം കൊടുത്ത് കെട്ടിവെച്ചിരിക്കുകയാണ്. കാലാവസ്ഥ തന്നെ ഒരു മെയിൻ ഫാക്റ്റാണ്. കാറ്റും മഴയും പിന്നെ വെയിലും ഇതെല്ലാം മാറി മാറി വരുമ്പോൾ നമ്മുടെ കൃഷിയെ അത് വല്ലാണ്ട് ബാധിക്കും.